മനമേ എൻ പരനെ വാഴ്ത്തുക മനമേ വാഴ്ത്തുക മനമേ എൻ പരനെ വാഴ്ത്തുക മനമേ വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു വാഴ്ത്തുക മനമേ പരമേ വാഴ്ത്തുക മനമേ ചേർന്ന് കാലത്തേക്ക് പാടാം വാഴ്ത്തുക മനമേ പരമേ വാഴ്ത്തുക കൺമയം വാഴ്ത്താൻ കൃതിയെ തന്നു നന്മയാൽ വാഴ്ത്താൻ യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടുപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവന് മുറ യാക്കോവിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. ഭവനമാണിത്. അവൻ സ്വൈര്യവും സമാധാനവും ദൈവിക സമ്പത്തും സമൃദ്ധിയും നൽകി ഈ ഭവനത്തെ വീണ്ടും അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്ന് ഈ ഭവനം പ്രാർത്ഥിച്ച് മെയിൻ ഡോർ പ്രാർത്ഥിച്ച് അകത്തേക്ക് പ്രവേശിക്കാം. അതിന് ഒന്നിച്ച പ്രാർത്ഥനയോടുകൂടെ ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കാം. ദൈവ സാന്നിധ്യം ആദ്യമായിട്ട് ഭവനത്തിൽ ഉണ്ടാകട്ടെ. അതിനുശേഷമായിട്ട് നമുക്കും ഈ ഭവനത്തോട് ചേർന്ന് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അവസരം നൽകുവാനാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയ വർഗീസ് സഹോദരനും കുടുംബത്തിനും അതോടൊപ്പം തന്നെ സ്റ്റെഫിനും കുടുംബത്തിനും ഈ ഭൂമിയിൽ പാർത്തുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും മാത്രമല്ല അവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നതായ നിത്യഭവനത്തെ കാത്തിരിക്കുവാനും കർത്താവ് നൽകിയിരിക്കുന്നതായ ഈ ഭവനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് ഈ ഭവനത്തെ പ്രിയപ്പെട്ടവർക്കായിട്ട് തുറന്നു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിച്ചേ മനമേ നിത്യവും നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് ചെയ്ത കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിൽ നടക്കുന്ന
ഓരോ കൂട്ടായ്മകളുടെ മധ്യത്തിലും ദൈവമുള്ള സാന്നിധ്യം മാറുക. പ്രാർത്ഥിക്കാമല്ലോ. നിങ്ങൾ നിവാസനമായി സ്നേഹിക്കുന്ന സ്നേഹവാനായ നിങ്ങൾ ഒരുമിച്ച് ദൈവകാലമായി തലമുറയ്ക്കായി സ്വത്തിനായി കുടുംബത്തിനായി ഒരായി പ്രാർത്ഥിക്കുന്നതായി അനുഗ്രഹിക്കണമേ. ഈ ഭവനത്തിന്റെ തണലിൽ കീഴിൽ ഇതുപോലെ നല്ലൊരു അവസരത്തെ ദൈവമേ അത് തന്നല്ലോ. അങ്ങയുടെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉള്ളതിനാൽ നിങ്ങൾ നദിയോട് പ്രാർത്ഥിച്ച് പ്രവേശിക്കുവാൻ ഇടയാക്കിയല്ലോ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ. ഞങ്ങളെ രക്ഷിക്കണമേ യഹോവേ, ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യഹോവ തന്നെ, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കഴിയാതെ വെമ്പൽ കൊണ്ട് ഭാരപ്പെട്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ വിചാരിച്ച് കഴിയുന്ന അനവധി പേരുണ്ട്. മനോഹരമായൊരു വീട് പണിതു, എന്നാൽ അതിൽ കയറി ഒരു ദിവസം പോലും താമസിക്കാൻ കഴിയാതെ, ഉറങ്ങാൻ കഴിയാതെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട പലരും നമ്മുടെ ചുറ്റുപാടുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ ഈ ഭവനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. തറക്കല്ലിട്ട നിമിഷം മുതൽ ഈ ഭവനത്തിന്റെ പൂർത്തീകരണം ആമേൻ കഴിഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ അകത്ത് കയറുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ആ കർത്താവ് എത്ര വിശ്വസ്തനാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കൂടാരമായിരിക്കുന്ന ഒരു ഭൗമ ഭവനമാണ്. ഇതിൽ നമ്മൾ അതിയായി അഹങ്കരിക്കരുത്. സ്തോത്രം. ഇതെല്ലാം വേഗം തീർന്നു പോകും. ദേവദാസൻ അത് ഒരു വാക്കിൽ ഓർപ്പിക്കുവാനിടയായി തീർന്നു. എപ്പോഴാണ് ഈ ഭൂതലത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭൗമഭവനം അഴിഞ്ഞു പോകുക എന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല. എന്നാൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ അടുത്തു പറയുന്നു, ഈ കൂടാരം അഴിഞ്ഞു പോയാൽ നിത്യമായിരിക്കുന്ന ഒരു ഭവനം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നന്ദിയോട് സ്തോത്രം. വിശ്വാസത്താൽ ആ ഉറപ്പുള്ളതായ ഭവനത്തെ കണ്ടതായിരിക്കുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ നമ്മൾ വളരെ സ്നേഹിക്കുന്നു. അതോടൊപ്പം തന്നെ അബ്രഹാമിന്റെ വിശ്വാസത്തെ അനുകരിപ്പാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തപ്പോൾ തന്നെ നമുക്കറിയാം, ഈ ലോകപ്രകാരം വലിയ ധനവാനായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം എന്ന് പറയുന്നത്. അവന്റെ സമ്പത്ത് വളരെയായിരുന്നു. ദേശത്ത് അവനെ സഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല, അത്രമാത്രം സമ്പത്തുള്ളവനായിരുന്നു. അവൻ യാത്ര ചെയ്ത് ദൈവം അവൻ അവകാശമായി കൊടുത്തതായ ദേശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനവധിയായിരിക്കുന്ന ആടുമാടുകൾ, ദാസന്മാർ ആ ഭവനത്തിൽ ഒരു യുദ്ധസമാനമായിരിക്കുന്ന ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. സത്യമായിരിക്കുന്ന ഭവനമല്ല. അബ്രഹാം ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായിട്ട് കാത്തിരുന്നു. അപ്പോൾ അവന്റെ കാഴ്ചപ്പാടെന്തായിരുന്നു? ഇത് സ്തോത്രം താൽക്കാലിക ഭവനം മാത്രമാണ്. എന്തിനാണ് എനിക്ക് താൽക്കാലിക ഭവനം നൽകി തന്നിരിക്കുന്നത്? ഇവിടെ ഞാൻ താമസിച്ചുകൊണ്ട്, ഇവിടെ പാർത്തുകൊണ്ട് ഇതിനപ്പുറമായിട്ടൊരു ഭവനം എനിക്കായിട്ട് ഒരുക്കുന്നു. ഏതാണ് ആ ഭവനം? ദൈവം ശില്പിയായി നിർമ്മിച്ചതും. ദൈവദാസൻ ഓർപ്പിച്ചു,
ഈ ഭവനം പണിയുമ്പോൾ അതിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പദ്ധതി ഉണ്ടായിരുന്നു. ഈ ഭവനത്തിൽ പാർക്കുന്നവർ പ്ലാൻ വരയ്ക്കുവാനായിട്ട് കടന്നു വന്നവരോട് അവരുടെ ആഗ്രഹമൊക്കെ പറഞ്ഞു. അതനുസരിച്ചാണ് ഒരു പ്ലാനും പദ്ധതിയും തയ്യാറാക്കി ഈ ഭവനം ഇങ്ങനെ പണിയുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ, ഒരു യാഗപീഠം കാണുവാനൊക്കെ നമുക്ക് സാധിക്കും. ഈ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്, വാസ്തവമായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നന്ദിയോട് സ്തോത്രം, നമ്മുടെ ഭവനത്തിന്റെ മുൻപിൽ എന്തുണ്ടാകണം? ഒരു യാഗപീഠം ഉണ്ടാകണം. ഒരു പ്രാർത്ഥനാലയമായി നമ്മുടെ ഭവനം മാറുവാനൊക്കെ നമ്മുടെ ആയിത്തീരണം. ഞാൻ പറയട്ടെ, ഉപദേശിക്കട്ടെ, സ്തോത്രം, കാണുന്നതൊക്കെ താൽക്കാലികമാണ്. കാണാത്തതായിരിക്കുന്നതായ ഒരു നിത്യഭവനം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് പകൽ ദൈവത്തിന് വചനം കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലും അതേ ഒരു താല്പര്യവും ആഗ്രഹവും ഉണ്ടാകട്ടെ. നന്ദിയോട് സ്തോത്രം. കാണുന്ന ഭവനമല്ല, കാണാത്തൊരു ഭവനം, നിത്യമായിരിക്കുന്ന ഒരു ഭവനം, നിലനിൽക്കുന്ന ഒരു ഭവനം കർത്താവ് ഒരുക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു ഭവനം, ഈ ഭവനത്തെ കുറിച്ച് തന്നെ നമുക്കൊന്ന് ചിന്തനം ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ പ്ലാനും പദ്ധതിയും ഒരുങ്ങി കാത്തിരിക്കുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കട്ടെ. ഈ ഭവനത്തെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുകയാണ്. നന്ദിയോട് സ്തോത്രം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. യേശുവേ, സർവ്വനന്മകൾക്കും സർവ്വദാനങ്ങൾക്കും ഉറവിടമായ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും വരേ നന്ദിയാ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ ഭവനത്തെ നമുക്ക് ഓർത്ത് ദൈവത്തിന് സ്തോത്രങ്ങളെ അർപ്പിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ചിങ്ങന്തോട്ടത്തിൽ എന്ന് അറിയപ്പെടുന്നതായിരിക്കുന്നതായ ഈ പ്രിയപ്പെട്ട ഭവനം പിതാവായ ദൈവത്തിന്റെയും പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് ദാസന്മാരാകുന്ന ഞങ്ങൾ ഒന്നിച്ച് ഈ ഭവനത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ നമുക്ക് ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. കർത്താവ് ഈ ഭവനത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്തു. കർത്താവെ, പണികാര്യങ്ങൾ പൂർത്തീകരിക്കാൻ മനോഹരമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവെ, ദൈവത്തിന്റെ കരുതലിനായി നന്ദി. ദൈവത്തിന്റെ ഭരമേൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഈ അടുക്കളയിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇവിടെ ഒരുക്കുന്ന ആഹാര പാനീയങ്ങൾ രുചികരമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഇത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. അനേകം അതിഥികളെ സൽക്കരിക്കുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയവരിസ്ഥാനായി സ്തോത്രം ചെയ്യുന്നു, മേരിയനിക്കായി സ്തോത്രം ചെയ്യുന്നു, തലമുറകൾക്കായി, കുടുംബങ്ങൾക്കായി, കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഏവരെയും കർത്താവ് ഒരുപോലെ അനുഗ്രഹിക്കണമേ. ഇന്ന് പകരം കൂടി വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് ഇങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം നാഥ. പ്രാർത്ഥനകൾ, യാചനകൾ കേട്ട് കർത്താവ് മറുപടി അയക്കുന്നതുകൊണ്ട് സ്തോത്രം. ഈ ഭവനത്തെയും ഈ അടുക്കള ഇവർക്കുള്ള സകലത്തെയും ദൈവമേ അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഒരു നല്ല സാഹചര്യങ്ങളിലും കർത്താവിന് നന്ദി കൊടുക്കണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. യോഹന്നാനെയും യേശു വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു: പെസഹ ഒരുക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ അതിനുവേണ്ടി ഒരു തയ്യാറെടുക്കണം. നിങ്ങൾ പെസഹ ഒരുക്കണമെന്ന് പറഞ്ഞ് അവരെ അയക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളവും ചുമന്നുകൊണ്ട് പോകുന്നത് കാണും. അപ്പോൾ അവൻ കയറി ചെല്ലുന്ന ഭവനത്തിലെ വീട്ടുടയവനോട് ചെന്നിട്ട് പറയണം, ഞങ്ങളുടെ ഗുരുവിന് പെസഹ ഒരുക്കണം, അതിന് ഒരിടം ഒരുക്കി തരണം, അല്ലെങ്കിൽ ഒരു ക്രമീകരണം ഒരുക്കണം എന്ന് പറഞ്ഞപ്പോ
ആ വീട്ടുടയവൻ അവിടെ എഴുതിയിരിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: വിരിച്ചൊരുക്കിയ ഒരു മാളിക, അല്ല വിരിച്ചൊരുക്കിയ ഒരു മാളികയാണ് കാണുന്നത്. അപ്പൊ വിരിച്ചൊരുക്കപ്പെട്ട ഒരു ഇടം കാണിച്ചു കൊടുത്തെന്ന് എഴുതുമ്പോൾ ഞാൻ ആ വാക്യങ്ങളിൽ ധ്യാനിക്കുകയായിരുന്നു. വിശാലമായൊരു വീടായിരിക്കണം അത്, വിശാലമായൊരു വീട് എന്ന് പറഞ്ഞാൽ യേശുവിനെ പെസഹ ഒരുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു വലിയ ഫംഗ്ഷൻ, ആ ഒരു ശുശ്രൂഷ നടക്കാൻ യോഗ്യമായ ഒരിടം തന്നെയാണ് അവിടെ കണ്ടത്. സ്തോത്രം. ഈ വീട്ടിലേക്ക് വരുമ്പോഴും വളരെ വിശാലമായ ഒരു നല്ല അനുഭവം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഞാൻ പറയാൻ ആഗ്രഹിച്ചതാണ് പ്രിയരെ, കർത്താവിന് നമ്മുടെ വീടിനകത്ത് സ്ഥാനമുണ്ടായിരിക്കണം. 2, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക്, കർത്താവിന്റെ പ്രവർത്തിക്ക്, കർത്താവിന് ഈ വീടിനകത്ത് ചെയ്യാനുള്ളതിനെല്ലാം നല്ല അവസരങ്ങൾ ഉണ്ടാകുവാൻ വരും ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കട്ടെ. ആമേൻ. ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാം, അതിന്റെ പ്രതിബദ്ധത എന്ന് പറയുന്നത് ക്രിസ്തുവിന് ഈ വീടിനകത്ത് ആമേൻ പ്രവർത്തിപ്പാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും, എല്ലാ ഇടപെടലുകളും ഉണ്ടാകട്ടെ. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ദൈവവചന ധ്യാനത്തിനും ദൈവിക ക്രമീകരണങ്ങൾക്കും ദൈവത്തിന്റെ സമാധാനം നിലനിൽക്കേണ്ടതിനും ദൈവത്തിന്റെ സ്വസ്ഥത നിലനിൽക്കേണ്ടതിനും ദൈവത്തിലുള്ള ശാന്തി ഭവനത്തിന്റെ അകത്ത് നിലനിൽക്കേണ്ടതിനും കുടുംബത്തിൽ വസിക്കുന്ന ഏവർക്കും അപ്രകാരം ഇവിടെ വരുന്നവരും ഇവിടുന്ന് പോകുന്നവരും എല്ലാം ഒരു ദൈവിക സമാധാനത്തോടെ വന്ന് ഭക്ഷിച്ച് പാനം ചെയ്ത് സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു വണങ്ങാൻ ഈ ഭവനം അതിന് കാരണമാകട്ടെ എന്ന് വിശേഷാൽ ആശംസിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ വയനാട് സെന്ററിന്റെ പ്രത്യേക ആശംസ അറിയിക്കുന്നു. അതോടൊപ്പം പ്രിയ വറീസ് നമ്മുടെ കൗൺസിലുണ്ട്, അതുപോലെ എല്ലാ കൗൺസിൽ മെമ്പേഴ്സിന്റെയും, അതുപോലെ എല്ലാ ശുശ്രൂഷകന്മാരുടെയും, സെന്ററിന്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആശംസയും പ്രാർത്ഥനയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. കർത്താവ് നമ്മെ ആശീർവദിക്കുക എന്ന് പലപ്പോഴും പറയും, പലപ്പോഴും വിളിച്ചിട്ടുണ്ട്, വന്നത് കാണാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സമയത്തിന്റെ ബുദ്ധിമുട്ടുകൾ നിമിത്തം, തിരക്കുകൾ നിമിത്തം കടന്നു വരാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്രകാരം ഈ പുതിയ വീട് പണിതതിനകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരിക്കൽ എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്ത് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹവും സ്വപ്നവുമാണ് ഒരു നല്ല ഭവനം എന്ന് പറയുന്നത്, ഒരു തലയായിക്കുവാൻ ഒരു ഇടമെന്ന് പറയുന്നത്. പുസ്തകത്തിൽ അത് എന്റെ വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമായിരിക്കും, ദൈവത്തിന്റെ കീർത്തനമായിരിക്കട്ടെ. ഈ ഭവനത്തിൽ എപ്പോഴും പ്രാർത്ഥനയും സ്തുതിയും സ്തോത്രവും ഒക്കെ ഈ ഭവനത്തിൽ ഉയരുവാൻ ദൈവനാമ മഹത്വത്തിനായി ഈ കുടുംബം തീരേണ്ടതിന് വീണ്ടും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊടുക്കാം. എല്ലാത്തിനുള്ളതായ അനുഗ്രഹങ്ങളും അതേ നന്മകളും ഈ കുടുംബത്തിൽ പിന്നെയും അച്ചായനും ആന്റിക്കും കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ മാത്രമല്ല, ഈ വീട്ടിൽ കടന്നു വരുന്ന ഏവർക്കും ഈ ഭവനം ഒരു തണലായി, ദേശത്തെ ഒരു തണുപ്പായി, ഒരു അനുഗ്രഹമായി, ഒരു ആശ്വാസമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും. പ്രത്യേകിച്ച് പറയണമെങ്കിൽ ഈ ഭവനം പണിയത്ത് തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസമായി, ഒരു വർഷത്തോളം എടുത്ത് മനോഹരമായുള്ള ഭവനത്തെ ചമച്ചെടുത്തു. ഞാൻ രാവിലെ നമ്മളെല്ലാവരും വന്നവരൊക്കെയും എല്ലാ മുറിയെയും കയറി കണ്ടു, ഇതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ കണ്ടു. എല്ലാവരും പറഞ്ഞു നല്ലതാ. വരുന്നവരൊക്കെയും പറയുന്നു നല്ലതാ, ഇനി ചെറിയ പണികളുണ്ട്, അത് തീർത്താൽ ഇനിയും മനോഹരമായി തീരും. നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ശ്രമത്താൽ ദൈവത്തിന്റെ സഹായത്താൽ പണിയപ്പെട്ട ഈ ഭവനം ഇത്രയും മനോഹരമായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പേ കരകയറിപ്പോയ കർത്താവ് നമുക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്ന ഭവനം എത്രയോ മനോഹരമായുള്ള ഭവനമാണ്. ആ ഭവനത്തിന് വേണ്ടി ആ ഭവന നിത്യത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്ന, ആ ഭവനത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഭവനമായി അനേകർക്ക് ആശ്വാസവും തണലുമായുള്ള ഒരു ഭവനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഞാൻ പ്രവർത്തിച്ചു വരുന്ന ബെഥെസ്ദ IPC സഭയുടെയും എല്ലാവിധമായുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ദൈവസന്നിധാനത്തിന് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ യാഥാർത്ഥ്യമാകാനിടയായി തീർന്നു. അതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ ദാസനായ വർഗീസ് കുടുംബം കർത്താവിനെ പിൻപറ്റിയതിൻ്റെ ഫലമായി ദൈവം തങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ കണ്ണ് കണ്ടിട്ടില്ലാത്തതായ ചെവി കേട്ടിട്ടില്ലാത്തതായ ദൈവീയ നന്മകൾ അനുഭവിക്കാൻ അവരോടൊരുമിച്ച് ഞങ്ങൾക്ക് സന്തോഷിക്കാൻ സർവ്വകൃപാലുവായി കർത്താവ് കൃപ ചെയ്തു കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.
നമ്മൾ കരമുയർത്തുന്നത് തന്നെ ഈ ഭവനത്തിനൊരു വിടുതലാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അധികമൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ നല്ല പരിചയമില്ലായി, ചിലർക്കറിയാം, ചിലർക്കറിയത്തില്ല. എൻ്റെ ഇളയ പെങ്ങളെ വിവാഹം കഴിച്ചിരിക്കുന്നത് പ്രിയ ജോൺസനാണ്. ജോൺസന്റെ മൂത്ത മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇവിടുത്തെ അച്ഛൻ്റെ മോനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അനേക കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരായി, ദൈവത്തെ ഭയമില്ലാത്തവരായി തോന്നിയതുപോലെ ജീവിക്കുമ്പോൾ പ്രിയ പൈതലിന് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവന്റെ വിവാഹം അവൻ തന്നെ തിരഞ്ഞെടുക്കുകയല്ലായിരുന്നു. അവന് വേണ്ടി കരുതി ദൈവം അവന് നല്ലൊരു തുണയെ കൊടുത്തു, അവന് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, ഒരു ഭവനം വെക്കുവാൻ, പിതാവിനെ സഹായിപ്പാൻ പ്രിയ പൈതലിന് കൃപ കൊടുത്തത് കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെട്ടാൽ നിന്റെ കുഞ്ഞുങ്ങളിൽ കൂടെ നന്മ അനുഭവിക്കും. ദൈവത്തിന് മഹത്വം. ആമേൻ. ദൈവത്തെ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. സ്തോത്രം. നീ അനുഗ്രഹിക്കപ്പെടുമെന്ന നീ ദൈവത്തെ ഒന്ന് ആരാധിച്ചു നോക്കിക്കേ. നിന്റെ അവസ്ഥകൾ മാറും, നിന്റെ ഡെസ്റ്റിനി മാറും, നിന്റെ കൃപ നിന്റെ വീട്ടിൽ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നീ അവൻ ഏൺ ചെയ്യും, ദൈവം അതിനെ വർദ്ധിപ്പിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഏൺ ചെയ്യുന്നതിന് ദൈവത്തിന് വേണ്ടി കൊടുത്താൽ നിന്റെ തലമുറയെ ദൈവം ഓർക്കും. നേരെ ഇരുന്ന വീട്ടിലാന്ന മോനെ ഇപ്പം ഒരു പ്രത്യേകത കൊടുത്തു. സ്തോത്രം. ഇതിനെല്ലാം ഉപരി എന്ന കർത്താവ്. അതും മാത്രമല്ല, നീ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കും. നിന്റെ കുഞ്ഞുങ്ങൾ സ്വർഗത്തെ മുട്ടുന്നൊരു ഗോവേണി എന്നും ഉണ്ടായിരിക്കണം. ദൈവദൂതന്മാർ നിന്റെ ആപ്ലിക്കേഷനുമായി മുകളിലോട്ട് ചെല്ലുമ്പോൾ അവിടുന്ന് നിന്നെ ക്യാൻസറുമായി ദൈവദൂതൻ ഇറങ്ങി വരണം. അങ്ങനത്തെ ഒരു ഭവനമായിരിക്കട്ടെ. കർത്താവിന്റെ വേലയെ സഹായിക്കാതെ അവർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കാതിരിക്കുന്നത് ഞാൻ അനവധി പേരെ കാണുകയും അനവധി പേരെ കുറിച്ച് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രിയ ഡോക്ടർ സണ്ണി ഡാനിയൽ, പ്രിയ കർത്താവിന്റെ ദാസൻ, അല്ലെങ്കിൽ കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. സ്തോത്രം. വളരെ സമ്പത്തുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു പ്രൗഢിയൊന്നുമില്ലാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ധാരാളം വാരി വിതറി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസനാണ്. പ്രിയ ദേവദാസനെ ഓർത്ത ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവരെല്ലാവരും ദൈവദാസന്മാരാണ്. അത് ഏത് മേഖലയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും. സ്തോത്രം. പ്രിയ കർത്താവിന്റെ ദാസനെ ഓർക്കുന്നു. ഇപ്പോൾ അടുത്ത സമയം ആശംസ പറയും. സ്തോത്രം. വിശേഷാൽ പ്രിയ ഡോക്ടർ സണ്ണി ധാനിയൽ അവരെ ഹാർദവമായി ക്ഷണിക്കുന്നു. ആശംസ വാക്കുകൾക്ക് വേണ്ടി ഹാർദവമായി ക്ഷണിക്കുന്നു. കർത്താവ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുണ്ടാകട്ടെ. എൻ്റെ മമ്മിയുടെ ആകെ ഞങ്ങൾക്കുള്ള ഒരേ ഒരു അമ്മാച്ചനാണ്. മമ്മിയുടെ ബ്രദറിൻ്റെ മകളാണ് ജിൻസ. ദൈവം ഇത്രത്തോടെ അനുഗ്രഹിച്ചു. നമ്മൾ ഇതുവരെ ദൈവത്തിൻ്റെ വചനം കേട്ടു. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. വചനത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കും. നമ്മളെ വിളിച്ചത് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ്. മാസ്റ്റർ പറഞ്ഞു, സ്വർഗം ശില്പിയായി നിർമ്മിക്കുന്ന ഭവനം. ഞാനും എൻ്റെ അമ്മാച്ചൻ ജോൺ ചാച്ചൻ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നായിരുന്നു. വീടിൻ്റെ പണി ഫിനിഷ് ആയിട്ടില്ലായിരുന്നു. എന്നാൽ ഇത്രത്തോളം പൂർത്തീകരിക്കുന്ന കാണുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ അതിൽ ചെറിയ പണികൾ ഇനി ബാലൻസ് ഉണ്ട്, പോളിഷ് അങ്ങനെ ചെറിയ. എന്നാൽ സ്വർഗം ശില്പിയായി നിർമ്മിക്കുന്ന ഭവനത്തിൽ ഒരു പണിയുടെ ബാലൻസ് കാണത്തില്ല. 100% പെർഫെക്റ്റ് ആയിരിക്കും അത്. ആ ഭവനത്തിൽ കടന്നു വരുവാൻ, ചെല്ലുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരും സഹായിക്കട്ടെ. അതിൽ ഒരു കാര്യം ഞാൻ പറയുന്നു, എന്നെ വളരെ സ്പർശിച്ച ഒരു തോട്ട് അതിനകത്ത്, ഒരു ചിന്ത. പുതിയ യെരൂശലേമിൽ ഒരു നദിയുണ്ട്. ആ നദി ഒഴുകി പോകുന്നു, ഒഴുകി തിരിച്ച് അതേ സ്ഥലത്ത് വരുന്നു. നമ്മൾ കാണുന്ന എല്ലാ നദിയും ഒഴുകി കടലിൽ പോയി ചേരും. എന്നാൽ ആ സ്വർഗം ശില്പിയായി നിർമ്മിച്ച
ദൈവം ശില്പിയാൽ നിർമ്മിച്ച ആ പട്ടണം അത്ര മനോഹരമായി വെള്ളം ഒഴുകി നദി വളരെ ക്ലിയറാണ്. വെള്ളം ഒഴുകി തിരിച്ച് വന്ന് അതേ സ്ഥലത്തിൽ വന്ന് ചേരും. അങ്ങനെ ഒരിക്കലും ഒരു നദി അതുപോലെ പോത്തില്ല വെള്ളം. എന്നാൽ അവിടെ ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന ഒരു ഭവനമാണ്. ആ ഭവനത്തിൽ നമ്മൾ എല്ലാവരും എത്തിച്ചെല്ലുവാൻ സ്വർഗം സഹായിക്കട്ടെ. ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പലരുടെ മുഖം വാടും, ചിലർ മേഘങ്ങളെ പോലെ മായും, ചിലരുടെ മുഖം നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മുടെ മുഖം നക്ഷത്രങ്ങളെ പോലെ ശോഭിപ്പാൻ സ്വർഗം ഇടയാക്കട്ടെ. അതിന് ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്, ഒരുവൻ സകല ലോകത്തെ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? നമ്മൾ എന്തോ ചെയ്താലും സർവ്വലോകം നേടാൻ പറ്റത്തില്ല. എന്നാൽ ഒരാത്മാവിനെ നമ്മൾ നേടുമെങ്കിൽ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മുടെ മുഖം വാടാതെ നമ്മുടെ മുഖം നക്ഷത്രം പോലെ ശോഭിക്കും. അതിനുവേണ്ടി ദൈവം ഓരോരുത്തരെ സഹായിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ദൈവസന്നിധി നന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവനാമത്തിനുണ്ടായിരിക്കട്ടെ. ദൈവനാമത്തിനുണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ ഭവനത്തിൻ്റെ പ്രതിഷ്ഠ ചെയ്ത ദാവീദാസിനെ ശ്രദ്ധിക്കുന്നു. ഈ ഭവനത്തിൻ്റെ പണി ആരംഭിച്ച ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെതായ എല്ലാ കൃപകളും ഉണ്ടായിരുന്നു. ലാഭത്തോ അപകടങ്ങളോ ഒന്നും വരുത്താതെ കർത്താവിത്തോളം സൂക്ഷിച്ച കർത്താവിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയട്ടെ. കർത്താവിത്തോളം സഹായിച്ചവർക്ക് ദൈവമായിരിക്കട്ടെ. അതുപോലെ തന്നെ ഓരോ ദിവസവും ഈ ഭവനത്തിൻ്റെതായ പണിക്ക് ഇവിടെ വന്ന് പണിക്കാരോടൊപ്പം ചെലവഴിക്കുകയും അതിനാവശ്യമായ പ്ലാനുകളും നിർദ്ദേശങ്ങളും കൊടുത്ത ഞങ്ങളുടെ സഭയുടെ പാസ്റ്റർ സിദ്ധോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ സെൻട്രൽ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്ററോർത്ത് കർത്താവിന് സ്തോത്രം. പ്രകാരം ഞങ്ങളെ ആശംസകളെ പറഞ്ഞ് ഞങ്ങളെ ധൈര്യപ്പെടുത്തിയ എല്ലാ കൃത്യദാസന്മാർക്കും എൻ്റെ പേരിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് ദൈവം സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കട്ടെ. ശേഷമായി ഭവനത്തെ പ്രാർത്ഥന സമർപ്പിച്ച പാസ്റ്റർ നന്ദി അറിയിക്കുന്നു. നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഈ ഭവനം ക്ഷണിച്ച് കടന്നു വന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഭവനാംഗങ്ങൾ എല്ലാവരും മുമ്പോട്ട് കടന്നു വരും. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതാണ്. അങ്ങനെ എല്ലാവരും മുമ്പോട്ട് കടന്നു വരും. സെൻട്രൽ പാസ്റ്റർ പ്രാർത്ഥിക്കും. അതിനുശേഷം ആശീർവാദം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഈ ഭവനത്തിൽ തുടർന്ന് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമായ പ്രിയ സഹോദരൻ മേരി സഹോദരി പ്രിയ സ്റ്റേജിന് മോള് അവരുടെ മൈകള് സോഫി കുടുംബം ആ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒന്നിച്ച് അനുഗ്രഹിച്ച പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. ദൈവദാസന്മാരെല്ലാവരും ആ വിഷയത്തോട് ചേർന്നാണ്, പ്രാർത്ഥനയോട് ചേർന്നാണ്
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭവനത്തിനായി നമുക്ക് നന്ദി പറയാം. ഈ ഭവനത്തിൽ പാർക്കുന്നതായ പ്രിയപ്പെട്ടവർക്കായിട്ട് കർത്താവിനെ സ്തുതിക്കാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഈ ഭവനത്തിന്റെ സമർപ്പണ ശുശ്രൂഷ ആരംഭിച്ചതായ സമയം മുതൽ കർത്താവ് ഈ സമയം വരെയും ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനാണ് നന്ദിയോട് സ്തോത്രം. ഈ ശുശ്രൂഷയിൽ സഹകരിച്ചതായ എല്ലാ ദൈവദാസന്മാരെയും എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. പ്രത്യേകം ഞങ്ങൾ ഒന്നിച്ച് ഇന്ന് ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടാണല്ലോ. കർത്താവെ, പ്രിയവരീശ്വരനായ സ്തോത്രം, ചിഹ്നമസോഹരിക്കായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, സ്ത്രീയായി കുടുംബത്തിനായിട്ട് സ്തോത്രം, സൗഹിക്കായി കുടുംബത്തിനായി സ്തോത്രം. പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിച്ചു, ശാരീരികമായിട്ട് അവരെ അനുഗ്രഹിച്ചു, ആത്മീയമായിട്ട് അവരെ അനുഗ്രഹിച്ചു. ജീവിതയാത്രയിലല്ല കർത്താവിനെ സ്നേഹിച്ച് ആലോചനക്കാരനായി കർത്താവ് ആലോചനകളെ പകർന്ന് അവരെ നടത്തുന്നതായ കൃപയ്ക്കായിട്ട് നന്ദിയോട് ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. സ്വർഗീയപിതാവേ, തുടർന്ന് ഈ പ്രിയപ്പെട്ടവര് ഈ ഭവനത്തിൽ വിശ്രമിക്കുകയും കർത്താവിനെ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാലം അത്രയും നീ അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളാകുന്ന ഞങ്ങൾ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരനുഗ്രഹമായി തീരട്ടെ കർത്താവ്. ഞങ്ങളുടെ സമയം മുതൽ നടന്നായ എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് മാനിച്ചതിനായിട്ട് നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു. എല്ലാ ശുശ്രൂഷകളിൽ കൂടെയും ഞങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാനായിട്ടുണ്ടല്ലോ. നിന്റെ വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. നിന്റെ ആലോചനകളെ കേൾക്കുവാനിടയായിട്ടുണ്ടല്ലോ. എല്ലാവരും നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിപ്പാൻ ഞങ്ങളുടെ മധ്യത്തുള്ളതിനായ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങളെ വാഴ്ത്തുന്നു. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പുത്രായ സഹവാസവും നമ്മോടും നമ്മോർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഈ ഭവനത്തോടും കൂടെ ഇപ്പോഴും എന്നേക്കും വസിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. കർത്താവായ യേശു ക്രിസ്തു പോലെ നമുക്ക് ജയം നൽകിയ കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.